എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. ഇന്ന് ഞാനാണ് ഇൻട്രോ പറയണത്. അപ്പൊ എന്റെ നമുക്ക് ഒരു അജൂസ് ലേണിംഗ് ക്ലാസ് പറഞ്ഞിട്ട് നമുക്കൊരു ചാനൽ ഉണ്ടല്ലോ, കുട്ടികളെ പഠിപ്പിക്കുന്ന ചാനൽ. അപ്പൊ അത് 1,00,000 സബ്സ്ക്രൈബേഴ്സ് ആയതിന്റെ നമ്മള് കേക്ക് മുറിച്ച് സജീവന്റെ വീട്ടിലൊന്ന് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇപ്പൊ സിൽവർ പ്ലേ ബട്ടൺ ഇപ്പോഴാണ് വന്നത്. അപ്പൊ എനിക്കൊരാഗ്രഹം ഇത് അച്ഛനെ കൊണ്ട് അൺബോക്സിങ് ചെയ്യിപ്പിക്കാന്ന്. അപ്പോൾ അതിൻ്റെ എന്താ കാരണം വെച്ചെങ്കിൽ എല്ലാവരും പോലെ തന്നെ എനിക്ക് എൻ്റെ അച്ഛൻ വളരെ പ്രിയപ്പെട്ടതാണ്. അച്ഛൻ ഞങ്ങളെ വളർത്തി പഠിപ്പിച്ചു, കല്യാണം കഴിപ്പിച്ചു, പണിയെടുത്തുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴും അച്ഛന് 68 വയസ്സായി, ഇപ്പോഴും അച്ഛൻ പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്കൊക്കെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ കെടുക്കും, മൂടി പോച്ച് കെടുക്കും. പക്ഷെ അച്ഛനൊരു അസുഖം വന്നിട്ട് കെടുക്കണം ഞാൻ കണ്ടിട്ടില്ല. അച്ഛൻ വർഷാപ്പിൽ പണിയുണ്ടെങ്കിൽ അച്ഛന് കെടുക്കാൻ സമാധാനം ഉണ്ടാവില്ല. വർഷാപ്പിൽ ഇനി പണി ഇല്ലെങ്കിലോ അപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും അപ്പോഴും സമാധാനം ഉണ്ടാവില്ല, പണി വന്നില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട്. അങ്ങനെയാണ് അച്ഛൻ. അപ്പോൾ അച്ഛനെ കൊണ്ടാണ് അൺബോക്സിങ് ചെയ്യിപ്പിക്കണം. അപ്പം ഞാൻ വിചാരിച്ചത് അച്ഛനും അമ്മയൊക്കെ അവിടേക്ക് ഒല്ലൂർക്ക് വന്നിട്ട് അവിടെ എല്ലാവരും കൂടിയിട്ട് ചെയ്യാമെന്നാണ്. പക്ഷെ അച്ഛന് കണ്ണിന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടിരിക്കുക. അപ്പോ 3 റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഒരാഴ്ച അപ്പൊ കണ്ണിന് കാറ്റൊന്നും അടിക്കാൻ പറ്റും. ഇത് 2 ആഴ്ചയോളം കിട്ടിയിട്ട്. അപ്പൊ കണ്ണിലേക്ക് കാറ്റൊന്നും അടിക്കാൻ പാടില്ല. അത് കാരണം അപ്പൊ ഇവിടെ ഇത് അൺബോക്സിങ് ചെയ്യും. ബാക്കി നമ്മൾ അവിടെ ആഘോഷിക്കും. അപ്പൊ അച്ഛന് ഇത് അൺബോക്സിങ് ചെയ്ത് ധൃതി വന്നപ്പോട്ട് അച്ഛൻ ഇത് പിടിച്ച് നിൽക്കുകയാണ്. അപ്പൊ അച്ഛൻ ചെയ്തോട്ടെ. അപ്പൊ അതിന് മുന്നേ ഞാൻ എൻ്റെ അമ്മേനെ നമ്മളൊരു വീഡിയോ നമ്മൾ ഉണ്ണീരെ എൻ്റെ ആങ്ങളേരെ ഉണ്ണീരെ തലമുട്ടടിക്കാൻ പോയിട്ടുള്ള വീഡിയോയിൽ അച്ഛനെയും അമ്മേനെയും അനിയനെയും അനിയത്തിനെയും ഒക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ അവരോട് നിൽക്കുന്നുണ്ട്. വയോ അമ്മയും ചക്കരയും പ്രയാഗയും ഇതാണ് എൻ്റെ അമ്മ. പിന്നെ ഇത് വിജീഷ ചക്കര എന്നാണ് ഞങ്ങൾ വിളിക്കുക. എൻ്റെ തുന്തുരുവിൻ്റെ ഭാര്യയാണ്. പിന്നെ ഇതാണ് ഞങ്ങളുടെ ഉണ്ണി. അന്ന് തല മുട്ടടിച്ചിട്ട് മുടി വരാത്തതല്ലാട്ടാ. ഇതിപ്പോ കഴിഞ്ഞ ആഴ്ച തല വീണ്ടും മുട്ടടിച്ചതാണ് അവളുടെ. ഹായ് പറഞ്ഞേ. പിന്നെ അച്ഛൻ ഇത് അൺബോക്സിങ് ചെയ്തോ. അപ്പൊ നമുക്കിത് ചെയ്യാട്ടാ. അപ്പൊ എല്ലാവർക്കും ഒരു നമസ്കാരം. ഞാൻ തന്നെ ഇത് പൊടിക്കുന്നുള്ള നിർബന്ധത്തിന്റെ പേരിൽ കണ്ടതാണ് വെയിറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാറുണ്ട്. അപ്പൊ ഞാനിത് ഓപ്പൺ ചെയ്യാൻ പോവാ. എല്ലാവരും കൈയടിക്കില്ലേ? തുറക്കുമ്പോ നമുക്ക് വേണമെങ്കിൽ കണ്ണിന്റെ ക്ലച്ച് ശരിക്കും പിടിക്കുന്നില്ലേ? പ്ലെയിൻ ഗ്ലാസ് അത് ആദ്യം ഒരു കറുത്തത്, പിന്നെ ഒരു അവാർഡല്ല ഒരു സർട്ടിഫിക്കറ്റ്. വിസിറ്റിംഗ് കാർഡാണോ? ഇനി മെയിൻ സാധനം. അങ്ങനെ അത് കഴിഞ്ഞു. അപ്പൊ അതെ അങ്ങനെ നമ്മുടെ വീട്ടിലിപ്പോ 2 പ്ലേ ബട്ടനായി, സിൽവർ പ്ലേ ബട്ടൺ. നമ്മൾ വരുമ്പോൾ ഒരു കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ കേക്ക് മുറിക്കാൻ പോവാണ് കേട്ടാ. വലിയ കഷ്ണമായ വലിയ പീസായി ഒന്നും ആർക്കാണ് വെക്കണ്ടേ? വയലേ ജഗുനോട് കുഞ്ഞു കടി അടിച്ചേ. എനിക്ക്
ഈ ചോക്ലേറ്റ് ഉള്ളതല്ല, അച്ഛനമ്മയ്ക്ക് ചോക്ലേറ്റ് ഉള്ള കേക്ക് ഇഷ്ടമില്ലാത്ത കാരണം ഞാൻ അതില്ലാത്തതാണ് വാങ്ങിച്ചേക്കണത്. ഇത് കട്ട് ചെയ്ത് കേട്ടോ. നമ്മുടെ വീടിന്റെ താഴെ ഗോഡൗൺ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ? അപ്പൊ അവിടെ കുറച്ച് പിള്ളേരുണ്ട്, അപ്പൊ അവർക്ക് കൊടുക്കാന്ന് വിചാരിച്ചു കേക്ക്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. ഹായ്, കറക്റ്റ് സമയത്ത് എത്തിയില്ലോ നിങ്ങള്. എടുത്തോ, അവര് അതെ ഫുഡ് കഴിച്ചിട്ട് വരണേ. ഇത് എന്റെ ചാനല് 1,00,000 സബ്സ്ക്രൈബേഴ്സ് ആവുമ്പളേ യൂട്യൂബിന്ന് താങ്ക് യു ഒരു സിൽവർ പ്ലേ ബട്ടൺ വന്നതിന്റെയാണ്. എടുക്കട ഒരു പീസ് ഷുഗറാ, ചെറിയ പ്രായത്തിലാ. ഇവിടെ ഞാൻ ആരൊക്കെയുള്ളേ? ഇവിടെ വരെ വരുമോ? ചിരിക്കണ്ടാ, മാസ്ക് വെച്ച കാണാണ്ട. സിൽവർ പ്ലേ ബട്ടൺ അയ്യോ കാണിച്ചല്ലേ ഞാൻ ഇനി എന്റെ സ്റ്റുഡൻസ് ഉണ്ട് ഇവിടെ, അവരിപ്പോ ഇവിടെ ഉണ്ടോന്ന് അറിയില്ല. എന്റെ ചാനൽ കണ്ട് പഠിക്കുന്ന കുട്ടികളുണ്ട്. ക്രിസ്റ്റി ഇപ്പൊ പഠിക്കണില്ല കേട്ടാ. ക്രിസ്റ്റി വലിയ കുട്ടി. ക്രിസ്റ്റീനെ ഞാൻ കല്യാണം കഴിഞ്ഞതിന് മുന്നേ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ പെരുന്നാൾ സ്പെഷ്യൽ ബിരിയാണി നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ജലിച്ചേട്ടല്ലേ, ജലിച്ചേട്ടന്റെ മക്കളാണ് ഇജാസും ഇക്കുബാലും. അവർ രണ്ടുപേരും നമ്മുടെ ചാനൽ നോക്കിയിട്ട് പഠിക്കണതാ. ഉണ്ട്, അവരവിടെ ഉണ്ടാ? ക്രിസ്റ്റിയെ മാസ്ക് വെക്കേ. അല്ല, മാസ്ക് വെച്ചിട്ട് എനിക്ക് കേക്ക് കഴിക്കുക അല്ലേ? ക്രിസ്റ്റീനെ ഞാൻ കല്യാണം കഴിയണേലും മുന്നേ പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലാണ്ട് പിന്നെ പഠിപ്പിച്ചിട്ടില്ല. അല്ല, കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് നിൽക്കുമ്പോഴും പഠിപ്പിച്ചിട്ടുണ്ട്. കേക്ക് ടേസ്റ്റ് ഉണ്ടാ? കേക്ക് എങ്ങനെയുണ്ട്? താങ്ക് യു. ഫോട്ടോ എടുത്ത് വെച്ചോ. ഡയമണ്ട് ആയാലോ? കൈ കഴുകിയ ഒരു കഷ്ണം ഉണ്ട്, കൈ കഴുകിട്ടുവാ. ഒരു പീസ് അതിന്റെ പകുതി എൻ്റെ ഇരിക്കണേ. താങ്ക് യു. ഇതാണ് ഇക്കുബാല്. അമ്മയും ചക്കരയും കൂടിയിട്ട് ഇവിടെ ചെറിയൊരു സദ്യ ഒരുക്കിയിട്ടുണ്ട്. ചോറ്, സാമ്പാർ, അവിയൽ, കാളൻ, കാബേജ് തോരൻ, ഇഞ്ചമ്പുളി അച്ചാർ, പിന്നെ കൊണ്ടാട്ടമുളക് വറുത്തത്, പപ്പടം, പിന്നെ പായസം.
ഇതാണ് എന്റെ അനിയൻ തുന്തുരു. എല്ലാ പ്രേക്ഷകർക്കും ആശംസകൾ. എന്തിന്? എന്നോട് കൺഗ്രാറ്റുലേഷൻ പറയും. അപ്പൊ ചേച്ചി കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. സബ്സ്ക്രൈബേഴ്സ് ആയതുകൊണ്ട് എന്റെ വക ഒരു ആശംസ. അപ്പൊ അത് പൊട്ടിക്കൽ കഴിഞ്ഞു, കേക്ക് മുറിക്കൽ കഴിഞ്ഞു, ചോറിനൽ കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോണേ. ഇനി വീട്ടിൽ നിന്നിട്ട് അവിടെ ചെന്നിട്ട് നമ്മുടെ വീട്ടുകാരും ബാക്കിയുള്ള എല്ലാവരുമായിട്ട് ഒരു ആഘോഷം. ബാക്കി അവിടെ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മളൊരു ഇൻട്രോ കഴിഞ്ഞതാണ്, അൺബോക്സിങ്ങും കഴിഞ്ഞതായിരുന്നു എൻ്റെ വീട്ടിൽ വെച്ചിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ബാക്കി ഇവിടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതാണ് ഇനിയിപ്പോൾ. അപ്പം നമുക്ക് ആദ്യം തന്നെ കേക്ക് കട്ട് ചെയ്യാം. ഇവിടെ ഉള്ളവർക്ക് ഇത് കാണിച്ചു കൊടുക്കട്ടെ കേട്ടാ. ഒരേ പ്ലേ ബട്ടൺ തന്നെ 2 പ്രാവശ്യം അൺബോക്സിങ് ചെയ്യണത് ചിലപ്പോൾ ഞാൻ മാത്രമായിരിക്കും. ഇനി നമുക്ക് വേറെ ചാനലുണ്ട്. ഇതാണ് സരിതയ്ക്ക് കിട്ടിയ പിള്ളേർക്കൊന്നും കാണണ്ട. പ്ലീസ്. അപ്പൊ നമ്മുടെ അൺബോക്സിംഗ് 2ാമത്തെ പ്രാവശ്യം കഴിഞ്ഞു കേട്ടാ. ഇനി കേക്ക് മുറിക്കല്. കുഞ്ഞിയായതുകൊണ്ട് ജഗ്ഗും മുറിച്ചവര് തലയ്ക്കുന്നത് മാവം മുറിക്കും. സജീനിക്ക് കൊടുത്തോ. സജീവം മുറിക്കാൻ പറ്റാ. ടേസ്റ്റി കേക്ക് മുറിക്കും. മിന്നുവിനെ വിളിച്ചു. മിന്നുവിടെ കേക്ക് മുറിച്ചു. ഇവിടെ രണ്ടാം പിടിച്ചു. സജീവം മുറിക്കും. സജീവൻ സ്ഥിരം മുറിക്കാരനല്ലേ. അങ്ങനെ കേക്ക് മുറിക്കാൻ പോണിട്ട വീണ്ടും സിനിമയിലുണ്ടാ ഇറച്ചി വീട്ടുകാരന്റെ കല്യാണം അവരെങ്ങനെ വിട്ട് സ്റ്റൈലിലേക്ക് നീക്കി ഇല്ലേ സിനിമയില്. ഏത് മുറിക്കണ്ടാവോ?
നമ്മുടെ കേക്ക് മുറിക്കൽ കഴിഞ്ഞു. പിന്നെ കുറച്ച് സമയമായി. ഇപ്പൊ സമയം വൈകുന്നേരം 8:40. അപ്പോൾ ഞങ്ങള് ഭക്ഷണം എല്ലാവർക്കും ഉള്ളത് കൊണ്ടുവന്നിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊറോട്ടയാണ് നമ്മള് വാങ്ങിച്ചു. കോഴിയിറച്ചി, ചിക്കൻ നമ്മള് വീട്ടിൽ വെച്ചു. ഇനി എല്ലാവരും ആവശ്യത്തിന് എടുത്തോളൂ. അപ്പോൾ നമ്മുടെ അൺബോക്സിങ് കഴിഞ്ഞു, കേക്ക് മുറിക്കൽ കഴിഞ്ഞു, ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇനി കുറച്ച് നേരം ഞങ്ങളെല്ലാവരും ഇവിടെ ഇന്ന് വർത്തമാനം പറഞ്ഞിട്ട് ഇരിക്കും. ഇപ്പോൾ സമയം 9 മണിയായി. 9 മണി കഴിഞ്ഞു. ഒരു 10 വരെ ഇവിടെ വന്ന് വർത്തമാനം പറഞ്ഞിരിക്കും. എന്നിട്ട് പിന്നെ എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പോകും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.